മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം പാപമായിരുന്നു. ആ പാപത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ആമേൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ സുവിശേഷം നന്നായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. പ്രവാചക പുസ്തകങ്ങളിൽ അത് കാലേകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം ആമേൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ ആമേൻ ജന്മം കൊള്ളുവാനിടയായി തീർന്നു. ഏകദേശം 33.5 വർഷം ഈ ഭൂമിയിൽ ഇവിടെ നടന്ന് ആമേൻ ഹല്ലേലൂയ അനേക രോഗികൾക്ക് അവൻ സൗഖ്യം പകർന്നു നൽകി. അനേക വേദനിക്കുന്നവരുടെ വേദനകളെ ഒപ്പിയെടുത്ത് അനേകരുടെ കണ്ണുനീർ തുടച്ച് ആമേൻ ഹല്ലേലൂയ തങ്ങളിൽ ഒരുവനെ പോലെ ദൈവമായിരുന്നു സാക്ഷാൽ മനുഷ്യനായി അവരുടെ ഇടയിൽ പാർത്തുകൊണ്ട് മനുഷ്യന്റെ സകല വിചാര വികാരങ്ങളെ തൊട്ടറിഞ്ഞ് അവരുടെ പ്രശ്നത്തെ പരിഹാരം നൽകിക്കൊണ്ട് അവൻ സ്വർഗ്ഗോന്നതങ്ങളിലേക്ക് അവർ കയറി പോകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം പോയവൻ ഹല്ലേലൂയ തിരികെ വരുമെന്നുള്ളൊരു പ്രഖ്യാപനം അവൻ യേശുവിന്റെ ആരോഹണത്തിന് മുമ്പ് അവൻ ഹല്ലേലൂയ 2 ദൂതന്മാർ പ്രഖ്യാപിച്ചു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയ യേശു നിങ്ങൾ പോയത് കണ്ടതുപോലെ അവൻ മടങ്ങി വരുവൻ, വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ തയ്യാറപ്പെടുവാണ് എന്ന് എത്ര പേർ ഈ പന്തലിന് കീഴിലുണ്ട്? ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ച് ആ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.